ഈ ഒരു അവസരം ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യണം. ഗുഡ്. അങ്ങനെയാണ് നിങ്ങൾ വിളിച്ചാൽ ഞാൻ പറഞ്ഞു അല്ലേ? സ്വർണ്ണം വാന്ന് പറഞ്ഞാൽ വരുമോ? അപ്പോൾ ഈ ക്ലാസ് എന്ന് നിങ്ങൾ കൈ പൊക്കി യെസ് എന്ന് പറയണം. ആ ശബ്ദം കേൾക്കുകയും ഞാൻ പറഞ്ഞ വേണ്ടത് ഇങ്ങനെ പൊക്കണ്ട കേട്ടോ. ഓക്കെ, റെഡി? റെഡി? യെസ് ഓർ നോ? വിഴുന്ന് കാറ്റുമെന്നുള്ള കാര്യം നിങ്ങൾ ചോദിക്കാം. റെഡി? യെസ് ഓർ നോ? ഗുഡ്. പക്ഷേ ഏതോ സൈഡിൽ ശബ്ദം കൂടുതൽ കുറവ്? ഏതാ കുറവ്? ഏത് സൈഡിലാണ് കുറവ്? പെട്ടെന്ന് പറയാം. ശ്രീകൃഷ്ണ നിങ്ങൾക്കാ ആണോ? ഇത് എവിടെയാ? അവിടെയാ. തർക്കം വേണ്ട. ആദ്യം നിങ്ങൾ പറയാം, പിന്നെ നിങ്ങൾ പറയാം. ഓക്കെ, റൈറ്റ്? നിങ്ങൾ എവിടെയാ? നടുക്കിരിക്കുന്നു. അങ്ങോട്ട്. ശരി. ഓക്കെ, റെഡി? ആദ്യം നിങ്ങൾ പറയാം. ഓക്കെ, യെസ് ഓർ നോ? ഗുഡ്. റെഡി? ഓക്കെ, യെസ് ഓർ നോ? ഇവരാ നന്നായിട്ട് പറഞ്ഞു. എന്താ കാര്യം? ഇവരാ നന്നായിട്ട് പറഞ്ഞു. എന്താ കാര്യം? നിങ്ങൾ പറ. ലിമിറ്റ് അറിയാം. ഇതിനേക്കാളും കൂടുതൽ ശബ്ദം വരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പറഞ്ഞു, അവർ രണ്ടാമത്. അപ്പൊ നന്നായിട്ട് പറയാൻ പറ്റും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ചാൻസ് നിങ്ങൾക്ക് തോപ്പിക്കാവോ? പറ്റുമോ? ആദ്യം നിങ്ങൾ പറഞ്ഞോണ്ടാണെങ്കിൽ ഒരു ചാൻസ് നിങ്ങൾക്ക് തോപ്പിക്കാമോ? തോപ്പിക്കും. ചാൻസ് വേണോ? പറ. തരട്ടെ? അങ്ങനെ എല്ലാം രണ്ടാമത്തെ ചാൻസ്. ഞാൻ പറഞ്ഞില്ല മത്സരമാണെന്ന് പറഞ്ഞോ? പറഞ്ഞായിരുന്നോ? പിന്നെ ആയിരത്തോട്ട് തന്നെ വെച്ചിരുന്നത് ഇത് വല്ല ഈ കിലോ ഇവിടെ ഉണ്ടോ? 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 എന്നാൽ നിങ്ങളുടെ ആവശ്യം മനസ്സിൽ ചാൻസ് തരാം. ഒന്നില്ല. റെഡി? യെസ് ഓർ നോ? മത്സരം വന്ന കഴിവുകൾ പുറത്തു വന്നു. ഇപ്പൊ നിങ്ങൾ ആരുമായിട്ടാ മത്സരിച്ച്? മൂക്കില്ല രാജ്യത്ത് നമ്മൾ ആരുമായിട്ട് മത്സരിക്കണം? നിങ്ങളുടെ മുഴുവൻ കഴിവെടുത്തിന് ഒരു ചാൻസ് ചോദിക്കുമല്ലോ. ഐ ഡിഡ് മൈ ലെവൽ ബെസ്റ്റ്. മുഴുവൻ കഴിവെടുക്കാതെ വിജയിച്ചാലും വിഷമം തോന്നും. മുഴുവൻ കഴിവെടുത്ത് പരാജയപ്പെട്ട വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഇന്ന് മുതൽ ആരുമായിട്ടാണ് മത്സരിക്കേണ്ടത്? നമ്മളുമായിട്ട്. ടോട്ടൽ ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ന് പറയും, പീക്ക് പെർഫോമൻസ് എന്ന് പറയും. നമ്മുടെ മുഴുവൻ കഴിവ് കൊണ്ടുവരാൻ പറ്റണം. ആരുമായിട്ട് മത്സരിക്കണം? നമ്മളുമായിട്ട്. അതിനെ രാവിലെ എണീച്ച് എക്സസൈസ് ചെയ്യണം. എന്നാലും നമുക്ക് ഊർജ്ജസ്വലമായിട്ട് വരാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? വീട്ടിൽ നല്ല സന്തോഷമായിട്ട് വന്നാലും ഇവിടെ നന്നായി വർക്ക് ചെയ്യാൻ പറ്റും. യെസ് ഓർ നോ? അപ്പം വേണോ? വേണ്ടേ? വേണം. ഞാനിവിടെ സ്ഥിരം ക്ലാസ് ചെയ്യുന്ന ഒരാളാണ്. മനസ്സിലായില്ലേ? ഇവിടുത്തെ എല്ലാ നഴ്സിംഗ് സ്റ്റുഡൻസിൻ്റെയും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ഞാൻ ചെയ്യാറ്. അവിടെ വന്നപ്പോൾ മാത്രമേ ഉള്ളൂ അതിന് ഒരു മാറ്റം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ക്വാളിറ്റി നമുക്ക് ഓരോരുത്തർക്കും വേണം. വേണോ? വേണ്ടേ? ക്വാളിറ്റി ഉണ്ടോ നമ്മുടെ സ്ഥാപനത്തിന്? അതില്ലാന്ന് തോന്നിയാൽ നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യണം. യോഗ്യതയില്ല. കാരണം നല്ലതൊന്നും കാണാൻ പറ്റുന്നില്ല. യെസ് ഓർ നോ? നല്ലതും കാണണം. കുറച്ച് ഇരിക്കാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ആർക്കെങ്കിലും നിങ്ങൾക്ക് പറയണമെങ്കിൽ പറയാം. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ രണ്ടുമൂന്ന് സംസാരിച്ചു. ചെറിയ സാറേ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് പിന്നെ പറ്റിയെന്ന് പറഞ്ഞ് ഇരിക്കാൻ യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം. ഓക്കെ, ഞാനിത് കൗൺസിൽ ചെയ്യുന്നത് ആർക്കും ഫീസ് ചോദിക്കാറില്ല. അവർ തരുന്ന് മേടിക്കേണ്ടി വരും. മനസ്സിലായില്ല? എന്നാലും ചില പറയും സാർ പറയണം. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പാടുപെട്ടാണ് ഇങ്ങനെ സ്വഭാവം ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങൾ അത് നശിപ്പിക്കരുത്. അല്ല സാറേ, കുറഞ്ഞു പോകുമെന്നുള്ള പേടിയാണ്. അതല്ല, കൂടിപ്പോകുന്നുള്ള പേടിയാണ്. അതുകൊണ്ട് അങ്ങനെ പേടിക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പം അത് ഞാൻ വെയിറ്റ് ചെയ്യാം. ഈ ക്ലാസ്സിനെ പറ്റി ഒരു അഭിപ്രായം പറയാം. 3 പേർക്ക് അവസരം. ഇങ്ങനെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് തോന്നി? എന്നെ കണ്ടപ്പോൾ എന്ത് തോന്നി? ഇപ്പോൾ എന്ത് തോന്നുന്നു? 3 പേർക്ക് അവസരം. കൈ കൊടുക്കുക. വെരി ഗുഡ്. ശ്രീകുട്ടിയെ മുട്ടിയിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കണം. ഓക്കെ, അടുത്ത വേറെ ഞാൻ വിളിച്ചത് നിങ്ങളൊക്കെ വരും. അങ്ങനെയല്ല, ക്ലാസ് ഗുണകരമായിരുന്നോ? എനിക്ക് കൈ തട്ടി പറയാം. പറയാതിരിക്കാൻ പറ്റുമോ? ഇതിനെപ്പറ്റി പറ്റുമോ? കൈ കൊടുക്കുക. 1 2. അടുത്ത കഴിഞ്ഞ പ്രാവശ്യം മാനേജേഴ്സ് പിന്നെ അവിടുത്തെ ടീച്ചർ വന്ന് സംസാരിച്ചു. 2 പേരേ ഉള്ളൂ. ആണോ? അപ്പൊ ക്ലാസ് ഗുണം ചെയ്തില്ല. അതിൻ്റെ കൈ 1 ആരൊക്കെയാ? 1 2. പിന്നെ ആരാ വിളിച്ച? ഞാൻ വന്നേനെ 3 പേര് സംസാരിച്ചു. അതിനുശേഷം ഞാൻ ആരും ചോദിക്കാത്തത് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാളെ കൂടെ വിളിച്ചില്ലെങ്കിൽ ഞാൻ വന്നേനെ. അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അവസാനം മാനേജർ അദ്ദേഹം വന്നു. അതുകൊണ്ട് 2 പേരാണ്. ഒരാൾ ലാസ്റ്റ് ചാൻസ്. ഒരാൾ പെട്ടെന്ന് ആരുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് വായിച്ചത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവരായിരിക്കും ഏറ്റവും നല്ല സ്മാർട്ടാണ്.
ഒരാളും ഇല്ല. 2 പേര്. പുരുഷന്മാരാരും ഇല്ലേ? പെട്ടെന്ന് സമയമില്ല, പെട്ടെന്ന്. ഒരാളില്ല. ഞാൻ വിളിക്കത്തില്ല, വിളിച്ചാൽ നിങ്ങളൊക്കെ വരുന്നല്ല. സ്വയം അതാണ് ക്ലാസ് കൊണ്ട് വെക്കുന്നത്. സ്വന്തം എനിക്ക് ഒരാളെ കൈ ഒരു ക്ലാസ് ഒരാളോ എന്ന് പറയാം. സാറിന് ആദ്യം കണ്ടപ്പോൾ മണ്ടനായിട്ട് തോന്നി. അത് കഴിഞ്ഞപ്പോൾ കുട്ടി എഴുതിത്തതെന്ന് പറയും, സാറേ സോറി ഫോർ ദാറ്റ് കണ്ടു. ഞാൻ പറഞ്ഞു നീയാണോ പറഞ്ഞത്? അല്ല, പുള്ളി പറഞ്ഞില്ലേ അതെനിക്ക് സഹിക്കാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു മോളെ എൻ്റെ അടുത്തുള്ള എന്തുകൊണ്ടാ പറയാൻ കാര്യം, ഞാൻ നിങ്ങളുടെ ഒരാളെ ഫീൽ ചെയ്യുന്നു. യെസ്സോർണോ ആ ക്ലാസിന്റെ ഗുണമാണ് തുറന്നു പറയാനുള്ള ധൈര്യം. യെസ്സോർണോ യെസ്സോർണോ പ്ലീസ് കം. പേര് പറയുക, എവിടെ വർക്ക് ചെയ്യുന്നു പറയുക, എന്നിട്ട് ക്ലാസ് എടുക്കാം. ഇവിടെ പേര് ശ്രീകുട്ടി. ഞാനിവിടെ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ കയറിയിട്ട് ഒരു 10 മാസം ആകുന്നതേ ഉള്ളൂ. സാറിന് ക്ലാസ് എടുക്കാനായിട്ട് ഫസ്റ്റ് സാർ കയറി വന്നപ്പോൾ സാറിന്റെ ഏജ് ഒക്കെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ക്ലാസ് ബോറായിരിക്കുമെന്ന്. പക്ഷെ എന്തോ ക്ലാസ് നല്ലതായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് പുതിയതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. താങ്ക് യു സർ. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഒരാളിനെ കണ്ടിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇയാൾ അഹങ്കാരിയായി മനസ്സിന് പ്രയാസം തോക്കണം. അഹങ്കാരി പാവം ഭയങ്കര വേദന വന്ന് എങ്ങനെയെങ്കിലും എണ്ണീസ് വരുന്ന മനസ്സിലായില്ലേ? അതല്ലെങ്കിൽ അവിടെ നിന്ന് ആരാ സെക്യൂരിറ്റി വ്യക്തി വിട്ടിട്ട് ഇതായിരിക്കും പുള്ളി വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? യെസ്സോർണോ വഴിയിൽ പോലീസുകാരെ വിളിച്ചിട്ടായാലും ഇവിടെ വരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ആരും ജഡ്ജ് ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? എലിയെ പോലെ ഇരിക്കുന്നത് പുലിയെ കണക്ക് വരും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഓക്കെ ഗുഡ്. ഞാൻ ഷീജ. ഇവിടെ ജോയിൻ ചെയ്തത് സെപ്റ്റംബർ 15 ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന എൻഡോസ്കോപ്പി ടെക്നീഷ്യൻ. സാറിന്റെ ക്ലാസ് എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായിരുന്നു. എനിക്ക് ഒരുപാട് ഡൗട്ടുകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം, എല്ലാം പൂർണ്ണതയല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴും കുറേ ഡൗട്ടുകൾ ഉണ്ട്, എല്ലാം പൂർണ്ണതയല്ല. എന്നാലും നന്നായിട്ട് ഉപയോഗപ്പെടുത്തി ഞാൻ ഈ ക്ലാസ്. താങ്ക് യു സർ. ഒരാൾ പെട്ടെന്നൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് എൻ്റെ പേര് സുഭാഷ്. ഞാൻ നഴ്സിംഗ് കോളേജിലെ പ്രൊഫസറാണ്. അപ്പം എല്ലാവർക്കും വേറെ ആരെങ്കിലും പറയാമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇരുന്നത്. സാറിൻ്റെ ക്ലാസ്സിന് മുമ്പ് ഞാൻ 10 വർഷത്തിന് മുമ്പ് ഞാൻ വിജയ കോളേജിൽ വർക്ക് ചെയ്ത സമയത്ത് സാറിൻ്റെ ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കിയുള്ളവർക്കൊരു ഫീഡ്ബാക്ക് കൂടെ ആയിക്കോട്ടെ എന്നാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാറുള്ളത്. സോ സാറിൻ്റെ ക്ലാസ്സിൽ നമുക്ക് ഈ 2-2.5 മണിക്കൂർ 3 മണിക്കൂർ പോയ ഒരു ഫീൽ നമുക്കില്ല ശരിക്കും പറഞ്ഞാൽ. സോ സ്റ്റാർട്ട് ഫ്രം ഒരു പർട്ടിക്കുലർ ആസ്പെക്റ്റിൽ തുടങ്ങി ഒരു നെക്സ്റ്റ് ടോപ്പിക്കിൽ പോകുന്നു. അടുത്ത ടോപ്പിക്കാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സോ ഒരു കാര്യത്തിൽ നിന്ന് അടുത്ത ലിങ്ക് കൊടുത്ത് അടുത്തടുത്ത് ഇതായിട്ട് നമ്മൾ കുറേ പേർക്കുള്ള നമ്മുടെ മനസ്സിൽ ഉള്ള മാഡം പറഞ്ഞ പോലെ കുറേ ഡൗട്ടുകൾ നമുക്കിതിൽ ക്ലിയർ ആയിട്ടുണ്ട്. പുതിയ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ആൾറെഡി പ്രാക്ടീസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അതിനൊരു കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുപോകാൻ ഈ ക്ലാസ് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്ഫുള്ളായിട്ടിരിക്കും. ഓ കൊട്ടാരക്കര. ഗുഡ്, താങ്ക് യു. ആ ബ്രിഡ്ജിന്റെ താഴെയാണ് അല്ലേ? അവിടെ നിന്ന് റെസ്റ്റോറൻ്റ് ആയിരുന്നു.